ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചന്മാരെ, ഒരു സിനിമയുണ്ട് 10 കോടി രൂപ മുടക്കി ഏകദേശം 3000 കോടി രൂപയുടെ മുകളിൽ കളക്ട് ചെയ്തു എന്നൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഈ സിനിമ മാറിയത്? അതിനൊരു കാരണമുണ്ട്. ഇതിന്റെ ആ ഒരു കൺസെപ്റ്റ് ഇന്നേ വരെ മറ്റൊരു സിനിമയിൽ പറഞ്ഞിട്ടില്ല. 100% വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ്. ഇതിന്റെ കഥ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. 100% ഒരു പുതിയ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ഇത് ഇഷ്ടമായതും ഇത്രയും വലിയൊരു സക്സസ് ആയതും. സോ ഈ സിനിമയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നേരെ നമുക്ക് ഈ സിനിമയുടെ കഥയിലേക്ക് അങ്ങ് പോകാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ബാക്ക് റൂം എന്നൊരു വിചിത്ര ലോകം കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ വർഷം 1990. എങ്ങനെയോ ഈ ബാക്ക് റൂമിൽ പെട്ടുപോയ ഒരാളെ കാണിക്കുകയാണ്. എന്നാൽ ആ മനുഷ്യനല്ല കാണിക്കുന്നത്. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ അയാൾ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ് നമ്മളെ കാണിക്കുന്നത്. വിചിത്രമായി ഈ ലോകത്ത് പെട്ടുപോയി ഇതിലൂടെ എങ്ങനെ പുറത്തേക്ക് കടക്കണമെന്നറിയാതെ പേടിച്ച് വിറച്ചാണ് ആ മനുഷ്യൻ ഈ ക്യാമറയുമായിട്ട് അതിലൂടെ നടക്കുന്നത്. ഭയം കൊണ്ട് അയാൾ അലറി വിളിക്കുന്നുണ്ട്, ആരെങ്കിലും ഇവിടെ ഉണ്ടോ, ഒന്ന് രക്ഷിക്കാൻ വരുമോ എന്നൊക്കെ ഉറക്കനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരും അങ്ങോട്ടേക്ക് വരുന്നില്ല. മാത്രമല്ല വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ട് പേടിക്കണോ എന്ന് ചോദിച്ചാൽ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. വളരെ വിശാലമായി കിടക്കുന്ന മഞ്ഞ നിറമുള്ള ഒരുപാട് വലിയ വലിയ മുറികൾ. പക്ഷെ അവിടെ പൂർണ്ണമായ നിശബ്ദത. ആരെയും കാണാനില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. പെട്ടെന്നാണ് അയാൾ ഒരു ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അയാൾ ആ ക്യാമറയുമായിട്ട് ഓടിച്ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അയാൾ കണ്ടത് ഒരു നിഴൽ രൂപത്തെയായിരുന്നു. അതിനെ കണ്ടപാട് തന്നെ പേടിച്ചുപോയി ഈ മനുഷ്യൻ അവിടുന്ന് തിരിഞ്ഞോടുന്നുണ്ട്. പിന്നീട് എത്തുന്നത് വിചിത്രമായ മറ്റൊരു മുറിയിലാണ്. എന്നാൽ ആ മുറിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇയാളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴേക്കും ആ കറുത്ത രൂപം വന്ന് ഇയാളെ അറ്റാക്ക് ചെയ്യാണ്. നിലവിളിച്ച് ആ മനുഷ്യൻ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ചെറുതായിട്ട് വിഷ്വൽസും നമ്മളെ കാണിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ ഇപ്പൊ അവിടെ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളല്ല CCTV ക്യാമറയിലൂടെ മറ്റു ചില ആൾക്കാർ കാണുന്നുണ്ട്. അവരുടെ രൂപം കണ്ടാൽ അറിയാം അവർ സയന്റിസ്റ്റുകളാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥയുടെ ഹീറോയിൻ ആയിട്ടുള്ള ഡോക്ടർ മേരിയാണ്. ആളൊരു തെറാപ്പിസ്റ്റ് ആണ്. വളരെ സങ്കടത്തോട് കൂടിയിട്ട് അവളുടെ കാറിൽ ചാരി അങ്ങനെ അവളങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല തൊട്ട് മുൻപിലായിട്ടുണ്ടായിരുന്ന ഒരു വീട് അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ വീട് എന്ന് പറഞ്ഞാൽ അത് വെറൊരു വീടല്ല, അവളുടെ ഓർമ്മകളാണ് ആ വീട്. അത് ഉണ്ടാക്കിയ സമയത്ത് അവളുടെയും അവളുടെ അമ്മയുടെയും കൈപ്പത്തി അവിടുത്തെ ആ ഒരു കോൺക്രീറ്റിൽ പതിച്ച ഒരു അടയാളം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് മെമ്മറി എന്നൊക്കെ പറയില്ലേ, സോ അതുപോലെ ഒരെണ്ണമാണ് ആ ഒരു കൈപ്പത്തി എന്ന് പറയുന്നത്. എന്തായാലും വീടെല്ലാം അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സങ്കടത്തോടു കൂടി തന്നെയാണ് നമ്മുടെ മേരി അത് നോക്കി നിൽക്കുന്നത്. ഇതിനുശേഷം സിനിമയിലെ മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. ഇയാളുടെ പേര് ക്ലാർക്ക് എന്നാണ്. ക്ലാർക്കിന് ചില മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തെറാപ്പിക്കായിട്ട് ഡോക്ടർ മേരിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളിലുള്ള ആ ഒരു വിഷമങ്ങളൊക്കെ ക്ലാർക്ക് ഇപ്പോൾ ഡോക്ടർ മേരിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ മുന്നിൽ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ഡോക്ടർ മേരിക്ക് കഴിയും. അപ്പോൾ ഈ ക്ലാർക്കിന്റെ സംസാരത്തിലൂടെ മേരിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ മനുഷ്യൻ ലൈഫിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ മേരി ആ ഒരു കാര്യം അവനോട് പറഞ്ഞു, നിങ്ങൾ വളരെ ഏകനാണല്ലേ നിങ്ങളുടെ ലൈഫിൽ. എന്നാൽ ആ കാര്യം ക്ലാർക്ക് സമ്മതിക്കുന്നില്ല. ഇല്ല, എന്റെ ലൈഫിൽ അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടിട്ടൊന്നുമില്ല. എന്റെ കീഴിൽ കുറെ പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രീമിയം ക്ലയന്റുകളൊക്കെ എന്നെ ഡെയിലി കാണാൻ വരാറുണ്ട് എന്നൊക്കെ പല തവണ ക്ലാർക്ക് ഇങ്ങനെ പറയാണ്. എന്നാൽ ഡോക്ടർ മേരി പറയാണ്, ക്ലാർക്കെ നീ നിന്നോട് തന്നെ നുണ പറയാണ്. സത്യം പറഞ്ഞാൽ നീ നിന്റെ ലൈഫിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയല്ലേ. പിന്നെയും ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ക്ലാർക്ക് പറയാണ്, ശരിയാണ് ഡോക്ടർ, എന്റെ ലൈഫിൽ ഞാൻ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ആരും എന്റെ കൂടെ ഇല്ല. എന്റെ കൂടെ എന്റെ ഭാര്യ വരെ ഇല്ല. അവളുമായിട്ട് വഴക്കിട്ട് അവൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എന്റെ വീട്ടിൽ നിന്ന് അവൾ എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. മേഡത്തിനറിയോ, ഒരു ആർക്കിടെക്ട് ആവണമെന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സാധിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. വെറും ഒരു ഫർണിച്ചർ ഷോപ്പ് അതും വെച്ചുകൊണ്ടാണ് ഞാനിപ്പോ മുന്നോട്ടേക്ക് പോകുന്നത്. എന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി ഞാൻ പലതും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും എന്റെ ഭാര്യ കാണുന്നില്ലല്ലോ. എന്റെ ഈ വിഷമം കാരണം ഞാൻ കുറച്ച് മദ്യപിച്ചു പോകുന്നു. അന്ന് രാത്രി മദ്യപിച്ച സമയത്ത് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന സമയത്ത് കൈ തട്ടി ഒരു ഗ്ലാസ് താഴേക്ക് വീണു. ആ ശബ്ദം കേട്ട് അവള് താഴേക്ക് വന്നു. പിന്നീട് ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ആ വഴക്ക് പിന്നീട് വലിയ വഴക്കായി. അവസാനം അവളെന്നെ ആ ഒരു വീട് വിട്ട് പുറത്താക്കി. ഞാനിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ് എത്രത്തോളാണെന്ന് മേഡത്തിന് അറിയോ? ഈ സമയത്ത് ഡോക്ടർ മേരി പറയാണ്, ക്ലാർക്ക് ഒരു കാര്യം ചെയ്താൽ പോരെ, ജസ്റ്റ് അവളോട് പോയിട്ട് ഒരു സോറി പറഞ്ഞാൽ പോരെ. എന്നാൽ ക്ലാർക്ക് പറയാണ്, ഇല്ല സോറി പറയാനൊന്നും എന്നെ കിട്ടില്ല, അങ്ങനെ ഈ പ്രശ്നം തീരും വേണ്ടെന്ന് പറഞ്ഞിട്ട് ക്ലാർക്ക് പോവാൻ നിൽക്കുമ്പോൾ അവന്റെ ആ ഒരു മൈൻഡൊക്കെ നോക്കിയാൻ വേണ്ടി ചില എക്സസൈസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ഡോക്ടർ മേരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ക്ലാർക്ക് നല്ല ഈഗോ ഉള്ള ഒരു മനുഷ്യനാണ്. ഇതിനുശേഷം ക്ലാർക്ക് നേരെ പോകുന്നത് അവന്റെ ഫർണിച്ചർ ഷോപ്പിലേക്കാണ്. അവിടെ എത്തി കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്യാണ്. മാത്രമല്ല ഇതിനുശേഷം അവന്റെ കടയുടെ പ്രൊമോഷന് വേണ്ടി അവൻ തന്നെ ഒരു വീഡിയോ
ഷൂട്ട് ചെയ്യുകയാണ്. ഈ കടൽ കൊള്ളക്കാരുണ്ടല്ലോ, പൈരറ്റ്സ്, അവരുടെ വേഷമെല്ലാം ധരിച്ചുകൊണ്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അവന്റെ സ്റ്റാഫ് ആയിട്ടുള്ള നേരനും കത്രിനുമാണ്. ഒരു ടേക്ക് എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നേരം ചോദിക്കുകയാണ്, സാറേ ഇത് മതിയോ അല്ലെങ്കിൽ ഒന്നും കൂടെ റീഷൂട്ട് ചെയ്യണോ ചോദിക്കുമ്പോൾ ക്ലാർക്ക് പറയണ ഏയ് വേണ്ട ഇത് മതി, എനിക്ക് മടുത്തു, കസ്റ്റമേഴ്സ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോക്കുമെന്ന് പറയണം. പുറത്തേക്ക് നോക്കുമ്പോൾ ഒരാളും വരാനില്ല. ഈച്ചേനാട്ടിരിക്കുന്ന പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ജീവിതത്തിലും അതുപോലെ തന്നെ ബിസിനസ്സിലും ചെറിയൊരു തോൽവിയാണ് ക്ലാർക്ക് ഇപ്പോൾ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ഇലക്ട്രിക്കൽ വർക്ക് എടുക്കാനായിട്ട് ഒരു ഇലക്ട്രീഷ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ അയാളെ കണ്ട പാടിനെ ക്ലർക്ക് ചോദിക്കുകയാണ്, എന്താടാ ഇവിടെ സംഭവിക്കുന്നത്? എപ്പം നോക്കിയാലും ലൈറ്റിങ്ങിന് മിന്നി കളിക്കാണല്ലോ, എവിടെയോ ലൂസ് കണക്ഷൻ ഉണ്ട്, അതൊന്ന് പോയിട്ട് നേരാക്കെന്ന് പറയണം. ഇപ്പൊ നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇലക്ട്രീഷ്യൻ നേരെ ക്ലർക്കിന്റെ കൂടെ ബേസ്മെന്റിലേക്ക് പോവാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കിയോണ്ട് ക്ലർക്ക് ഇപ്പൊ താമസിക്കുന്നത് ഈ ഒരു ബേസ്മെന്റിലാണ് കേട്ടോ. അവിടെ എത്തി നോക്കി വലിയ കുഴപ്പമൊന്നും നോർമലായിട്ട് നോക്കുമ്പോൾ കാണാനില്ല. മാത്രമല്ല അവിടെ നോർമലായിട്ടല്ലാതെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു DB ബോക്സ് കാണുകയാണ്. അതായത് ഒരു വീട്ടിലെ കറണ്ടും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോക്സ് ഉണ്ടാവുമല്ലോ. സോ ആ ഒരു ബോക്സിൽ എക്സ്ട്രാ കുറച്ച് സ്വിച്ചുകൾ കാണുകയാണ്. ഈ ഇലക്ട്രീഷ്യൻ എത്ര നോക്കിയിട്ടും ഇത് എങ്ങോട്ടേക്കുള്ളതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇയാൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നവും കാണുന്നില്ല. ഇയാൾ കുറെ നേരം തല ചൊറിഞ്ഞു എന്നിട്ട് ക്ലാർക്കിനോട് പറയണം, ഞാൻ എന്തായാലും ഇപ്പൊ പോയിട്ട് പിന്നെ വരാം. അപ്പൊ ആവശ്യത്തിനുള്ള ടൂളും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ടാവും. ഓക്കെ, തൽക്കാലം ചെറിയ പണികളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇപ്പൊ ഈ ഇലക്ട്രീഷ്യൻ അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ മേരിയാണ്. പല ആൾക്കാരുടെയും എന്താ പറയാ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ തെറാപ്പി ചെയ്തുകൊണ്ട് മാറ്റിക്കൊടുക്കുന്ന ആളാണ് ഡോക്ടർ മേരി. എന്നാൽ മേരിക്കുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അതാരും മാറ്റിക്കൊടുക്കും. അതായത് കുറുന്തോട്ടിക്കും വാദം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥ. അവളുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ അത് കണ്ടാൽ തന്നെ അറിയാം അവൾ വല്ലാത്തൊരു നിരാശയിലാണ്. മാത്രമല്ല ഇന്ന് രാവിലെ അവളുടെ വീട് പൊളിക്കുന്നത് അവൾ നേരിട്ട് കണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ അവളുടെയും അവളുടെ അമ്മയുടെയും കൈ പതിപ്പിച്ച ആ ഒരു കോൺക്രീറ്റിന്റെ പീസ് ഉണ്ടല്ലോ, അതിലൊരു കഷ്ണം തെറിച്ചു വന്ന് പുറത്തേക്ക് വീണായിരുന്നു. അത് അവളെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ അവൾ നോക്കി നിൽക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും നമ്മുടെ ക്ലർക്കിനെ കാണിക്കുകയാണ്. അവൻ ആ ഒരു ബേസ്മെന്റിലാണ് കിടന്നുറങ്ങുന്നത്. ഉറക്കൊന്നും വരുന്നില്ല, ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് TV ഓഫ് ആവുന്നത്. ലൈറ്റ് എല്ലാം ചെറുതായിട്ട് മിന്നി കളിക്കാൻ തുടങ്ങുകയാണ്. ദേഷ്യം വന്ന ക്ലാർക്ക് എഴുന്നേൽക്കുന്നുണ്ട്. ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താ ഇവിടെ ഈ സംഭവിക്കുന്നത്. ഇലക്ട്രീഷ്യൻ വന്ന് നോക്കിയിട്ട് അയാൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും കിടന്നിട്ട് ഉറക്കം വരാത്ത ക്ലാർക്ക് എന്താക്കി, കാർ എടുത്ത് നേരെ അയാളുടെ വീട്ടിലേക്ക് പോവാണ്. അയാളുടെ ഭാര്യ എന്താ ചെയ്യുന്നതെന്ന് റോട്ടിൽ നിന്നുകൊണ്ടേ നോക്കുകയാണ്. പിന്നീട് അയാളുടെ ഷോപ്പിൽ ആ ഒരു ബേസ്മെന്റിലേക്ക് തന്നെ അയാൾ തിരിച്ചു പോകുന്നുണ്ട്. പിറ്റേ ദിവസമായി ഡോക്ടർ മേരിയെ കാണിക്കുകയാണ്. ഇപ്പോൾ തെറാപ്പിക്കായിട്ട് ഒരു ഫാമിലി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു കുട്ടിയെ കണ്ട് നമ്മുടെ ഡോക്ടർ മേരിക്ക് എന്തോ വല്ലാതാവുകയാണ്. ചെറുപ്പകാലത്തിലെ ഓർമ്മകൾ അവളെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങുകയാണ്. അവളുടെ അമ്മയുടെ ആ ഒരു ഓർമ്മകളൊക്കെ വന്നിട്ട് സോ മൈൻഡ് വളരെയധികം ഡിസ്റ്റർബ് ആയ സമയത്ത് അവൾ പോയിട്ടൊരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ക്ലാർക്കിനെയും കാണിക്കുകയാണ്. അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. സോ അവൻ ഇഷ്ടമുള്ള രീതിയിൽ ഓരോ മോഡലുകളൊക്കെ അവനങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിലും മനസ്സിന് കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്തായാലും അന്നത്തെ ദിവസവും കഴിഞ്ഞു, രാത്രിയായിട്ടുണ്ട്. എന്നത്തെയും പോലെ തന്നെ ക്ലാർക്ക് അവന്റെ ആ ഒരു കട്ടിലിൽ കിടന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരംഭത്തിൽ കണ്ട ആ ബാക്ക് റൂമിന്റെ ചില വിഷ്വൽസ് അതാണ് ഇപ്പൊ TVയിൽ കാണിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് TV ഓഫായി പോകുന്നുണ്ട്. പക്ഷേ കറണ്ടൊന്നും ഓഫായിട്ടില്ല. പതിയെ ഒന്ന് രണ്ട് ലൈറ്റുകളും അവിടെ ഇവിടെയായിട്ട് കെട്ടുപോകുന്നുണ്ട്. ഇത് കണ്ട ആകെ ദേഷ്യം വന്ന ക്ലാർക്ക് നേരെ എഴുന്നേറ്റ് പോയിട്ട് ആ ഒരു മെയിൻ ബോക്സ് ഉണ്ടല്ലോ അതിന്റെ എല്ലാ സ്വിച്ചുകളും ഓഫാക്കി കളയാണ്. പൂർണ്ണമായിട്ടും എല്ലാ ബൾബുകളും കെട്ട് ഇനി ഒട്ടും വെളിച്ചം വേണ്ട, ഇത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊരു ഭാവത്തിൽ അവനങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ പൂർണ്ണമായി ഇരുട്ടാണ് അവിടെ. എന്നാൽ ഈ സമയത്താണ് വളരെ അപ്രതീക്ഷിതമായ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്. ആ ബേസ്മെന്റിന്റെ ഒരു ചുമരിൽ നീണ്ട ഒരു വര, തിളങ്ങുന്ന ഒരു വര കാണുകയാണ്. അത് സാധാരണ ഒരു വരയല്ല, ഒരു വെളിച്ചത്തിന്റെ വരയായിരുന്നു. ചെറുതായിട്ട് അത്ഭുതം തോന്നിയ ക്ലാർക്ക് നേരെ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പതിയെ അതിനൊന്ന് തൊട്ടു നോക്കുകയാണ്. എന്നാൽ ആ ചുമരിൽ അവൻ തൊട്ടതും അവന്റെ കൈ അതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതായത് ഒരു ചുമര് പോലെയല്ല അത്, ആർക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം എന്താ പറയാ, എനിക്കറിയില്ല എന്താ പറയേണ്ടത്. എന്തായാലും കണ്ടാൽ ചുമര് പോലെ തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനുള്ളിലൂടെ കടന്ന് അപ്പുറത്തേക്ക് എത്താൻ പറ്റും. എന്തായാലും ക്ലാർക്ക് അതുപോലെ ആ ചുമരും താണ്ടി അതിന്റെ അപ്പുറത്തേക്ക് എത്തുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ബാക്ക് റൂം അതായിരുന്നു ഈ സ്ഥലം. വിചിത്രമായി ഈ സ്ഥലത്തേക്ക് വന്നു വീണ സമയത്ത് ക്ലാർക്ക് ആദ്യം ഒന്ന് ഭയന്നു പോവാണ്. മാത്രമല്ല അവിടുത്തെ ആ ഒരു റൂം അതിൽ നിറയെ ഫർണിച്ചറുകൾ കൂട്ടി വെച്ചിരിക്കുന്നതാണ് അവൻ കാണുന്നത്. അധിക നേരം അവിടെ നിൽക്കാനുള്ള ധൈര്യം അവൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വന്ന വഴിയിലൂടെ അവൻ തിരിച്ചു പുറത്തേക്ക് ഇറങ്ങുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു ചുമരിലൂടെ ഉള്ളിലേക്ക് കയറാനും പുറത്തേക്ക് കടക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ ഇതൊരു റിയാലിറ്റി തന്നെയാണോ എന്ന് അവനങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു തവണ കൂടെ ആ ബാക്ക് റൂമിലേക്ക് അവൻ കയറി വരികയാണ്. എന്താണ് ഈ സ്ഥലം, ഇതുവരെയായിട്ടും ഇങ്ങനെയൊന്നും അവൻ കണ്ടിട്ടില്ല. എന്തായാലും അതിലൂടെ പതിയെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. നീണ്ട വരാന്തകൾ, വലിയ മുറികൾ, കുറേയധികം ലൈറ്റുകൾ. ഇതിനപ്പുറം ഇവിടെ വേറെ ഒന്നും കാണാനില്ല. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു ബോർഡ് കാണുകയാണ്. സ്റ്റോപ്പ് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണോ കണ്ണാടിയിൽ കാണുക അതുപോലെ തല തിരിച്ചാണ് കാണുന്നത്. സ്റ്റോപ്പ് എന്ന് കാണുന്ന സമയത്ത് അവൻ അവിടുന്ന് തിരിച്ചു പോവേണ്ടതായിരുന്നു. എന്തായാലും അവൻ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. നിശബ്ദമായ ഈ വലിയ ചുമരുകൾക്കിടയിൽ കൂടുതലായിട്ടും അവനൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാലും ഒരു ചത്ത പക്ഷി അവിടെ കാണുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഒരു പക്ഷി ഈ റൂമിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവുക? അതുപോലെ തന്നെ ഒരു
സ്ത്രീ ഏതോ ഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു പുരുഷനും സംസാരിക്കുന്നത് കേൾക്കുകയാണ്. എന്നാൽ അവരെ കാണാൻ ക്ലാർക്കിന് പറ്റുന്നില്ല. ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് വിചിത്രമായ ആ ലോകത്തിലൂടെ അവൻ പതിയെ പതിയെ വീണ്ടും മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ്. പിന്നീട് അവൻ എത്തിയ ഒരു നീണ്ട വരാന്തയിലേക്കായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നത് പോലെയുള്ള ഒരു നിഴൽ രൂപം കാണുന്നുണ്ട്. മാത്രമല്ല എന്തൊക്കെയോ ചില ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും അവൻ നേരെ അതിന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു മനുഷ്യനല്ല. മനുഷ്യന്റെ ചിത്രം ഒട്ടിച്ചു വെച്ച ഒരു കാർഡ്ബോർഡ് പോലെയുള്ള ഒരു എന്താ പറയാ ഒരു ഷീറ്റ് മാത്രമായിരുന്നു അത്. മാത്രമല്ല അതിലേക്ക് എന്തൊക്കെയോ വയറുകൾ കണക്ട് ആയിട്ടുണ്ട്. അതിലൂടെയാണ് ചില ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നത് കേട്ടോ. എന്തായാലും ആ വയറുകൾ അതിന് ഫോളോ ചെയ്തുകൊണ്ട് അവൻ പോകുമ്പോൾ ഒരു വാതിലിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ശക്തമായി തള്ളി ആ വാതിൽ അവൻ തുറക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അത് തുറകുന്നില്ല. പിന്നീട് അവിടെ ചുറ്റും നോക്കിയ സമയത്ത് ചെറിയൊരു വഴി കാണുകയാണ്. സ്ക്വയർ ഷേപ്പിലുള്ള നീണ്ടൊരു വഴി. അതിന്റെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് കടക്കണമെന്ന് അവനുണ്ട്. എന്നാൽ ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും അവസാനം അതിനുള്ളിലേക്ക് കയറാമെന്ന് തന്നെ തീരുമാനിച്ച് കയറാൻ നിൽക്കുന്ന സമയത്ത് അവന് കുറച്ച് ID കാർഡുകൾ അവിടുന്ന് കിട്ടുകയാണ്. ഏതോ ഒരു കമ്പനി, സിങ്ക് അങ്ങനെ എന്തോ ആണ് പേര്. അപ്പൊ ആ ഒരു കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്ത ആരോ ഒരാളാണ് ഈ ഒരു ID കാർഡിന്റെ ഉടമസ്ഥൻ. മിക്കവാറും നമ്മൾ സിനിമയുടെ ആരംഭത്തിൽ കണ്ടില്ലേ, ആ ആള് തന്നെ ആയിരിക്കണം. എന്തായാലും വെറുതെ നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു ID കാർഡ് കണ്ടിട്ടും ക്ലാർക്കിന് പേടിയാവുന്നുണ്ട്. എന്നിട്ടും അയാൾ ഇവിടുന്ന് തിരിച്ചു പോവാതെ ആ ചെറിയ വഴിയിലൂടെ ഉള്ളിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ അതിലൂടെ പോയി അതിനപ്പുറത്തേക്ക് ഇയാൾ എത്തുന്നുണ്ട്. വീണ്ടും വിശാലമായ മറ്റൊരു മുറിയിലേക്ക് ഇയാൾ എത്തുകയാണ്. ആ റൂമിലും ഒരു വലിയ ചെയർ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ വിചിത്രമായ മറ്റൊരു കാര്യവും കാണുകയാണ്. അതായത് നമ്മൾ ഈ ബീച്ചിലെല്ലാം പോയിട്ട് ചെരുപ്പ് വെച്ചാല് ആ ചെരുപ്പിന്റെ കുറച്ച് ഭാഗം മണലിൽ അങ്ങനെ താഴ്ന്നു നിൽക്കില്ലേ, അതുപോലെ ചില ചെരുപ്പുകൾ ആ കോൺക്രീറ്റ് തറയിൽ അങ്ങനെ താഴ്ന്നു കിടക്കുകയാണ്. അത് അനക്കാൻ വേണ്ടി അവൻ നോക്കുന്നുണ്ട്. പക്ഷെ നല്ല ഉറപ്പുള്ള രീതിയിലാണ് ഇതെല്ലാം അവിടെ ഫിക്സ് ആയി നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ചെയർ കണ്ടെന്ന് പറഞ്ഞല്ലേ, ഒരു വിചിത്രമായിട്ടുള്ള ചെയർ. അതുപോലെ തന്നെ ആ റൂമിന്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു കുഴി കാണുന്നുണ്ട്. ആ കുഴിയിൽ തന്നെ ഒരുപാടധികം ചെയറുകൾ വെച്ചിട്ടുണ്ട്. കൂമ്പാരമായിട്ട് അതങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുകയാണ്. വ്യക്തമായി കാണാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ക്ലാർക്ക് നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവുന്നില്ല. ഈ നേരത്താണ് അവൻ വന്ന ആ ഒരു വഴിയിൽ നിന്നും ആരും അതിലൂടെ ക്രോസ് ചെയ്തു പോകുന്നതായിട്ട് അവന് തോന്നിയത്. അതുപോലെ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി പേടിച്ചു പോയ ക്ലാർക്ക് മറ്റൊരു വഴി കണ്ടുപിടിച്ച് അതിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാ സ്ഥലവും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അവന് നന്നായിട്ട് വഴി തെറ്റുന്നുണ്ട്. ഇതിലൂടെ പോകണമെന്ന് തിരിയുന്നില്ല. ചെറിയൊരു ഭയത്തിൽ പല ഭാഗത്തോട് ഓടി അവസാനം കുറേയധികം ഫർണിച്ചറുകൾ ഇത് കൂട്ടിയിട്ട് ആ റൂമിലേക്ക് അവൻ എത്തുന്നുണ്ട്. ഈ റൂമിൽ നിന്നായിരുന്നല്ലോ തുടക്കം. സോ അവൻ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയെന്ന് അവന് മനസ്സിലായി. ഇനി എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടന്നാൽ മതി എന്നായിരുന്നു അവന്. അങ്ങനെ അവൻ ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ചുമരിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ ഇവിടെയാണ് അവൻ ആകെ പെട്ടുപോകുന്നത്. ആ ചുമരിലൂടെ അവൻ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. അത് നന്നായിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു ഭിത്തിയായിട്ട് തന്നെയാണ്. അവൻ ആ ഭിത്തിയുടെ പല ഭാഗത്തും തൊട്ടു നോക്കുന്നുണ്ട്. വല്ലാതെ പേടി കൂടാൻ തുടങ്ങി. അതായത് ഈ ലോകത്തിൽ അവൻ പെട്ടുപോയോ എന്ന് വരെ അവന് തോന്നുകയാണ്. എന്നാൽ പെട്ടെന്ന് ആ ചുമരിലൂടെ കൈ അങ്ങനെ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അവൻ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റി. അതായത് ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ഇതുപോലെ കയറാൻ പറ്റുന്ന രീതിയിൽ. എന്തായാലും അതിലൂടെ അവൻ അവന്റെ ആ ഒരു ബേസ്മെന്റിലേക്ക് എത്തി. എന്നാൽ അവൻ ഈ കണ്ട കാര്യമൊന്നും അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ബാക്ക് റൂമിലേക്ക് വന്ന് അവിടെ കൂട്ടിയിട്ട ഫർണിച്ചറിൽ നിന്നും ഒരു കസാര എടുത്ത് അവൻ തിരിച്ചു പോവാണ്. നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ഇപ്പൊ ആ ഒരു കസാരയുണ്ട്. ഇത് റിയാലിറ്റിയാണ്. ഇത് സ്വപ്നമൊന്നുമല്ല, ഒരു ഹാലോസിനേഷനും അല്ല. കാരണം ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സാധനം, ആ കസാര അവനിക്ക് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ ബാക്ക് റൂമിൽ നിന്നും ക്ലാർക്ക് ഉണ്ടല്ലോ, അവൻ പോയി കഴിഞ്ഞപ്പോ മറ്റൊരു കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഈ ക്ലാർക്ക് വന്നതും പോയതും CCTVയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മറ്റേതോ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഫിൽ എന്നൊരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്തായാലും വിചിത്രമായ ഈ സംഭവത്തിന് ശേഷം അവൻ നേരെ പോകുന്നത് ഡോക്ടർ മേരിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ മേരിക്ക് ക്ലർക്ക് അങ്ങോട്ടേക്ക് വന്ന പാടേന ഒരു കാര്യം മനസ്സിലായി. ക്ലർക്ക് വല്ലാതെ അസ്വസ്ഥനാണ്. അപ്പൊ ക്ലർക്കിനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല ക്ലർക്ക്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഇപ്പൊ ക്ലർക്ക് അവനുണ്ടായ ആ അനുഭവം പറയാണ്. അതായത് എന്റെ ബേസ്മെന്റിൽ നിന്ന് ഒരു വിചിത്രമായ സ്ഥലത്തേക്ക് ഞാൻ പോയി. അനന്തമായി കിടക്കുന്ന ഒരിക്കലും തീരാത്ത ഒരുപാട് ചുമരുകളുള്ള ഒരു സ്ഥലം. അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ക്ലാർക്ക് പറയുന്നുണ്ട്. എന്നാൽ ഡോക്ടർ മേരിക്ക് അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇയാൾക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന് തലയുടെ കിളി പോയി എന്നാ തോന്നുന്നത്. അപ്പൊ മേരി ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ക്ലാർക്കിന് ദേഷ്യം വരികയാണ്. അപ്പൊ ക്ലാർക്ക് അവനൊരു ആർക്കിടെക്ട് ആണല്ലോ. സോ അവിടുത്തെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ വരച്ചു കൊടുത്തതാ ഇതുപോലെയാണ് ആ ഒരു ലോകം. എന്നാൽ ആ ഒരു ഡ്രോയിങ് കാണുമ്പോഴും ഡോക്ടർ വിചാരിക്കുന്നത് ഇവന് കാര്യമായിട്ട് എന്തോ പറ്റി കിളി പോയി കിടക്കാന്ന് മനസ്സിലായി. സോ ഡോക്ടർ അവനെ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ക്ലാർക്കിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. വല്ലാതെ ഒരു അസ്വസ്ഥമായ അവസ്ഥയിലേക്ക് പോവാണ്. ഇപ്പൊ ക്ലാർക്ക് പറയണ, ഡോക്ടറെ ഇതിനുള്ള തെളിവുമായിട്ട് ഞാൻ വരും. അപ്പൊ നിങ്ങൾ എന്നോട് മാപ്പ് പറയേണ്ടി വരും. ഇത് പറഞ്ഞ് ക്ലർക്ക് നേരെ പോകുന്നത് അവന്റെ സ്റ്റാഫ് ഉണ്ടല്ലോ, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ അന്ന് രണ്ടുപേരും ഒന്നായിരുന്നല്ലോ, നാരനും അതുപോലെ തന്നെ കാതറിനും, അവരുടെ അടുത്തേക്കാണ്. അങ്ങനെ അവരുടെ അടുത്തേക്ക് പോയ ക്ലാർക്ക് പറയാണ്, ചെറിയൊരു ജോലിയുണ്ട്, കൂടുതൽ പൈസ തരാം. ഇതുപോലെ വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് വന്നിട്ട് എന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ആ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യണം. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നാരനും അതുപോലെ തന്നെ കാതറിനും പറയുന്നത്, ഇയാൾക്ക് എന്താ വട്ടായോ, എന്തൊക്കെ ഈ പറയുന്നത്? എന്തായാലും ഡബിൾ പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടുപേരും ക്യാമറ എടുത്ത് ക്ലാർക്കിന്റെ കൂടെ പോവാണ്. മാത്രമല്ല വഴി തെറ്റാതിരിക്കാനായിട്ട് പല അടയാളങ്ങളും വെക്കാന്നുള്ള ഒരു പ്ലാനും ക്ലാർക്കിനുണ്ട് കേട്ടോ. എന്തായാലും ഇവരെ രണ്ടുപേരെയും കൂട്ടി ക്ലാർക്ക്
നേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു ചുമരിൽ വാതില് പോലെ ഒരു സ്ഥലത്തിന്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ക്ലാർക്ക് ആ ഭാഗം കാണിച്ചിട്ട് പറയണം, നമ്മൾ ഇതിലൂടെയാണ് ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. ഇപ്പോ നാരനും അതുപോലെ തന്നെ കാതറിനും മുഖത്തോട് മുഖം നോക്കുകയാണ്. ഇയാൾക്ക് ശരിക്കും കിളി പോയി എന്ന രീതിയിൽ. എന്നാൽ ഇവര് നോക്കി നിൽക്കുമ്പോൾ ക്യാമറയെല്ലാം ഓണാണ്. ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വരച്ചു വെച്ച ആ ഭാഗം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് ക്ലാർക്ക് ഉള്ളിലേക്ക് പോവാണ്. ശരിക്കും നരനും കാതറിനും ഞെട്ടിപ്പോയി കേട്ടോ. എന്തായാലും പിന്നീട് നരനും ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും കാതറിനും അവന്റെ പിന്നാലെ തന്നെ ഉള്ളിലേക്ക് വരികയാണ്. ഉള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ ക്ലാർക്ക് പറഞ്ഞതുപോലെ തന്നെ വിശാലമായ വലിയ വലിയ മുറികൾ, ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കുറച്ചധികം ഫർണിച്ചറുകൾ. എന്തായാലും അവർ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകണം. മുന്നോട്ടേക്ക് പോകുമ്പോൾ എല്ലാ വിഷ്വൽസും ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ക്ലാർക്കിന് ഭയങ്കര വിചിത്രമായി തോന്നിയ ഒരു സ്ഥലത്തേക്ക് ഇവരെത്തുകയാണ് കേട്ടോ. അതായത് താഴേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വാതിൽ. അത് നേരെയല്ല, താഴേക്ക് അങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് നരനോട് പറയണം. മാത്രമല്ല അവന്റെ കയ്യിൽ ക്യാമറ ഉണ്ടല്ലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യും വേണം. ഒരു സേഫ്റ്റിക്കായിട്ട് അവന്റെ ദേഹത്ത് ഒരു കയറും വെച്ച് കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ക്യാമറയുമായിട്ട് നരൻ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. താഴെ എത്തിയപ്പോൾ അവിടെ കുറച്ചധികം വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു മുറിയായിരുന്നു. അരണ്ട് വെളിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു വിഷ്വൽ എല്ലാം നരൻ ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1-2 മുറികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കെല്ലാം അവൻ പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു കയറിന്റെ നീളം പരമാവധി ആയിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഉപേക്ഷിക്കപ്പെട്ട കുറേയധികം വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്താണ് നരൻ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ നിന്ന് ഒരു കറുത്ത നിഴൽ രൂപത്തെ കാണുന്നത്. വല്ലാതെ പേടിച്ചു പോയ നരൻ വേഗം തന്നെ കയറ് മുകളിലേക്ക് വലിക്കാൻ പറയാണ്. പെട്ടെന്ന് തന്നെ ക്ലാർക്കും നമ്മുടെ കാതറിനും കൂടെ ആ ഒരു കയറ് മുകളിലേക്ക് വലിച്ച് അവന് മുകളിലേക്ക് എത്തിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഈ കയറിന്റെ മറ്റേ ഭാഗം താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ആരോ പിടിച്ച് താഴേക്ക് വലിക്കുന്നുണ്ട്. മുകളിലേക്ക് എത്തിയ നരൻ താഴേക്ക് തെറിച്ചു വീഴുകയാണ്. അവൻ രക്ഷിക്കാനായിട്ട് താഴേക്ക് ഇപ്പൊ ക്ലാർക്കും അതുപോലെ തന്നെ കാതറിനും പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അവരവിടെ വന്ന് നോക്കിയപ്പോൾ നിലത്ത് വീണ ഈ നരനെ എന്തോ ഒരു സാധനം ഇരുട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. അവന്റെ ദേഹത്ത് മുറിവുകളായതുകൊണ്ട് തന്നെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ തറയിൽ രക്തത്തിന്റെ ആ പാടുകൾ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് പേടിച്ചു പോയ കാതറിൻ അവിടെ ഓടാനല്ല ശ്രമിച്ചത്, അവനെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഇത് കണ്ട് നമ്മുടെ ക്ലാർക്കും ആകെ പേടിച്ചു പോവാണ്. ഇവൻ ഈ പിള്ളേരെ രക്ഷപ്പെടുത്താതെ സ്വന്തം കാര്യം നോക്കിയിട്ട് അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ, അവനാണ് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്നിട്ടും സെൽഫിഷ് ആയിട്ട് അവൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കുക. ഭയം കൊണ്ട് എങ്ങോട്ടേക്കോ ഓടി വഴി തെറ്റിപ്പോയി. ഒന്നും മനസ്സിലാവുന്നില്ല. ചില റൂമിലൊക്കെ അടുക്കിയിട്ട, അതായത് വ്യത്യസ്തമായ രീതിയിൽ അടുക്കിയിട്ട ഒരുപാടധികം ഫർണിച്ചറുകൾ, ചെയറുകൾ ഇതെല്ലാം കാണുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം താണ്ടി അപ്പുറത്തേക്ക് പോയ സമയത്ത് പിന്നെയും മറ്റൊരു വിശാലമായ മുറിയിലേക്ക് അവൻ എത്തുന്നുണ്ട്. ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, കുറച്ച് ഇരുണ്ട വെളിച്ചമായിരുന്നു. അതുപോലെ തന്നെ ആ റൂമിന്റെ ഒത്ത നടുവിലായിട്ട് ക്രിസ്മസ് ട്രീ പോലെ അലങ്കരിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതിന്റെ പിന്നിൽ നിന്നും സ്ത്രീയാണെന്ന് തോന്നിക്കുന്ന ഒരു രൂപം അവന് നേരെ വരികയാണ്. ഭയം കാരണം നിലവിളിച്ചുകൊണ്ട് തന്നെ ക്ലാർക്ക് അവിടുന്ന് ഓടുകയാണ്. അവൻ ഓടിയെത്തിയത് വെള്ളമില്ലാത്ത സ്വിമ്മിംഗ് പൂളുള്ള ഒരു ഭാഗത്തേക്കായിരുന്നു. എന്നാൽ അവിടെ എത്തിയ സമയത്ത് നേരത്തെ ക്ലാർക്കിന്റെ കൂടെ വന്ന കാതറിനുണ്ടല്ലോ, അവളുടെ ശബ്ദം കേൾക്കുകയാണ്. ക്ലാർക്ക് എന്നെ ഒന്ന് വന്ന് രക്ഷിക്കൂ, എനിക്ക് പേടിയാവുന്നു എന്ന രീതിയിൽ. എന്നാൽ അവളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നു, അവളെ കാണാനില്ല. ഒരു ചുമരിന്റെ അരികിലേക്ക് ക്ലാർക്ക് ചെല്ലുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ക്യാമറ ക്ലാർക്ക് താഴെ ഇടുകയാണ്. എന്നാൽ ആ ചുമരിന്റെ അടുത്തേക്ക് ക്ലാർക്ക് പോയതിനു ശേഷം അവൻ പോലും അറിയാതെ ആരും ഒരാൾ വന്നിട്ട് ആ ഒരു ക്യാമറ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ നമ്മളെ പാസ്റ്റിലേക്ക് കൊണ്ടുപോവാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ മേരി ഉണ്ടല്ലോ, ഡോക്ടർ മേരിയുടെ പാസ്റ്റിലേക്ക്. കുട്ടിയായിരുന്ന സമയത്ത് മേരിയെ അവളുടെ അമ്മ അധികം ഒന്നും വീടിന്റെ പുറത്തേക്ക് വിടാറില്ല. ഈ വീടിന്റെ ജനലുണ്ടല്ലോ, അതിലെല്ലാം പേപ്പർ ഒട്ടിച്ച് പുറത്തെ കാര്യങ്ങൾ കാണാതിരിക്കാനായിട്ട് എല്ലാം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. കുട്ടിയായിരിക്കുന്ന മേരിക്ക് പുറത്തേക്ക് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അതിന് അവളുടെ അമ്മ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനലിന്റെ ആ ഒരു വിടവിലൂടെ പുറത്ത് കളിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് ഒരുപാട് ആഗ്രഹിച്ച് അവൾ ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു. അതുപോലെ തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇടങ്ങണ്ണിട്ട് അവൾ അമ്മ വരുന്നുണ്ടോ എന്നുകൂടെ നോക്കും കേട്ടോ. പെട്ടെന്നാണ് അവളുടെ അമ്മ വളരെ ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് വരുന്നത്. നിന്നോടല്ലേ പറഞ്ഞത് പുറത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. പുറത്ത് അവരുണ്ട്, പേടിയാണ് മോളെ, അവര് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതുകൊണ്ട് പുറത്തേക്ക് മോള് പോകണ്ട കേട്ടോ എന്നൊക്കെ ഒരു പ്രാന്തിയെ പോലെ അവളുടെ അമ്മ അവളോട് പറഞ്ഞ് പുറത്തേക്ക് വിടാതെ ഒരു പാവം പക്ഷിയെ കൂട്ടിലിട്ട് വളർത്തുന്നത് പോലെ അവളെ അങ്ങനെ വളർത്തിയിരുന്നു ചെറുപ്പത്തിൽ. ഒരു പരിധിവരെ ഡോക്ടർ മേരിയുടെ ഇപ്പോഴത്തെ മാനസിക പ്രശ്നത്തിനും കാരണമായത് ചെറുപ്പത്തിലെ അമ്മയുടെ ആ ഒരു എന്താ പറയാ ഭ്രാന്തമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും കുട്ടിയായിരിക്കുന്ന മേരി അതുപോലെ തന്നെ അവളുടെ അമ്മ രണ്ടുപേരും വീട്ടിലിരിക്കുന്ന സമയത്ത് ആരും ഒരാൾ കോളിംഗ് ബെൽ അടിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ശബ്ദം കേട്ട് മേരി ഒന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്നാണ് ഉറക്കത്തിൽ നിന്നും മേരി ചാടി എഴുന്നേൽക്കുന്നത്. അവൾ ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത അവളുടെ ചെറിയ പ്രായത്തിലെ ആ ഓർമ്മകളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അതെപ്പോഴും അവളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എന്തായാലും എഴുന്നേറ്റ സമയത്ത് അവളുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ക്ലാർക്കാണ് ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. ക്ലാർക്ക് പറയുന്ന കാര്യം എന്താ വെച്ചാൽ അവൻ ആ ഒരു ലോകത്തിൽ പെട്ടുകിടക്കുകയാണ്. ഇനി പുറത്തേക്ക് വരും എന്ന് തോന്നുന്നില്ല, നിനക്ക് വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ വരണ്ടെന്ന് പറയാം. എന്തായാലും ഡോക്ടർ മേരി
രണ്ടും കൽപ്പിച്ച് നേരെ ക്ലാർക്കിന്റെ ആ ഒരു ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ഓഫീസല്ല, അവന്റെ ആ ഒരു ഫർണിച്ചർ ഷോപ്പ്. അവിടെ എത്തിയ സമയത്ത് കട ക്ലോസ്ഡ് ആണ്. കുറെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം പുറത്തങ്ങനെ കിടക്കുകയാണ്. ആരും അതെടുത്ത് നോക്കിയിട്ടൊന്നുമില്ല. എന്തായാലും വാതില് തുറന്ന് ഡോക്ടർ മേരി ഉള്ളിലേക്ക് കടക്കുകയാണ്. പിന്നീട് നേരെ പോകുന്നത് ബേസ്മെന്റിലേക്കാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ലൈറ്റുകൾ ചെറുതായിട്ട് മിന്നി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ബോർഡിലായിട്ട് ഈ ബാക്ക് റൂം എന്ന് ക്ലാർക്ക് പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഡ്രോയിങ്ങും ഒരു സ്കെച്ചും വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചുമരിലിൽ ബാക്ക് റൂമിലേക്ക് കടക്കാൻ ഭാഗത്തിന് ഒരു വാതില് പോലെയും അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ അടുത്തേക്ക് ഡോക്ടർ മേരി വന്നു. എന്നാൽ ഉള്ളിലേക്ക് പോകാൻ ചെറിയൊരു പേടിയുണ്ട്. ഈ സമയത്താണ് ഒരു ഈച്ച പതിയെ അങ്ങനെ പാരിക്കളിച്ച് അവസാനം ആ ഒരു ചുമരിൽ തൊട്ട സമയത്ത് പെട്ടെന്ന് അതിനെ കാണാതാവുകയാണ്. എന്തായാലും ഇത് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ച് ഡോക്ടർ മേരി എന്താക്കി, അതിലേക്ക് പതിയെ കയറുകയാണ്. ആ ചുമര് വളരെ സിമ്പിൾ ആയിട്ട് കിടക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. ശരിക്കും അപ്പുറത്തേക്ക് എത്തിയപ്പോൾ ആ ബാക്ക് റൂമിലേക്ക് എത്തിയ സമയത്ത് അവളാകെ ഞെട്ടിപ്പോയി. അതായത് ക്ലാർക്ക് പറഞ്ഞത് ശരിയാണ്. വിശാലമായി കിടക്കുന്ന ഒരു ബാക്ക് റൂം, ആരെയും കാണാനില്ല. ഇതിന്റെ അറ്റം എവിടെയാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. അത്രയും വലിയ വിശാലമായ റൂം. അതുപോലെ തന്നെ ക്ലാർക്ക് വന്ന് കയറിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഫർണിച്ചറുകൾ അതൊന്നും ഇപ്പോ ഡോക്ടർ മേരി വന്ന് കയറിയപ്പോൾ അവിടെ കാണാനില്ല. എന്തായാലും ക്ലാർക്കിനെ വിളിച്ചുകൊണ്ട് മേരി അതിലൂടെ നടക്കാൻ തുടങ്ങുകയാണ്. അധികം വീതിയില്ലാത്ത കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വെച്ച ഒരു വഴിയിലൂടെ ഇപ്പൊ അവൾ അങ്ങനെ നടന്നു പോകുമ്പോൾ വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. വീണ്ടും ക്ലാർക്കിനെ അവൾ വിളിക്കുന്നുണ്ട്. ഇതേ സമയത്താണ് അവിടുത്തെ ഒരു ചുമരിൽ ഒരു വ്യത്യസ്തമായ ചിത്രം അവൾ കാണുന്നത്. അവൾ അതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വീണ്ടും ആ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഈ നേരത്ത് ക്ലാർക്ക് ഒരു ചുമരിന്റെ പിറകിൽ നിന്നും പതിയെ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ അവന്റെ ഭാവത്തില് പെരുമാറ്റത്തില് എന്തൊക്കെയോ കാര്യമായ വ്യത്യാസമുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന ക്ലാർക്കിനോട് ഇപ്പൊ മേരി ചോദിക്കുകയാണ്, ഇതേതാണ് സ്ഥലം? ക്ലാർക്ക് പറയണം, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, എന്നാലും നമ്മൾക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലുതാണിത്. വീണ്ടും എന്തോ ഒരു ശബ്ദം ഇവര് കേൾക്കുന്നുണ്ട്. അത് കേട്ട് ഭയന്ന് നിൽക്കുന്ന മേരിയോട് ക്ലാർക്ക് പറയാണ്, നീ പേടിക്കണ്ട, ഇവിടെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ഇത് പറഞ്ഞ് വളരെ പതിയെ ക്ലാർക്ക് അവളുടെ പിന്നിലേക്ക് പോയിട്ട് അപ്രതീക്ഷിതമായിട്ട് പിന്നിൽ നിന്നും അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങുകയാണ്. പതിയെ പിന്നീട് പെടഞ്ഞുകൊണ്ട് മേരി അബോധാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു പാസ്റ്റ് ലൈഫ്, അവളുടെ തന്നെ പാസ്റ്റ് ലൈഫ് കാണിക്കുന്നത്. അവളുടെ അമ്മയ്ക്ക് മാനസികമായ പ്രശ്നങ്ങളായിരുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. എന്തായാലും മാനസികമായ പ്രശ്നങ്ങൾ വളരെയധികം കൂടിയ സമയത്ത് മേരിയുടെ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നീട് അവിടുന്ന് അവളുടെ അമ്മ മരിച്ചു പോവുകയും ചെയ്തു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ അനാഥയായി. ഒറ്റപ്പെടലിന്റെ ആ ഒരു വേദന അത് അവൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അവൾ വളർന്നത്. എന്തായാലും പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഓർത്ത് പെട്ടെന്ന് അവൾ കണ്ണു തുറക്കുകയാണ്. നോക്കുമ്പോൾ ഒരു ചെയറിൽ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഇപ്പൊ ക്ലാർക്കും ഉണ്ട്. ഇപ്പൊ ക്ലാർക്ക് അവളോട് ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പരിഹാരം ഞാൻ ഒരുപാട് തവണ തേടിക്കൊണ്ടിരുന്നു. പക്ഷേ അവസാനം ഞാൻ എത്തിപ്പെട്ടത് ഈ ബാക്ക് റൂമിൽ, ഉത്തരം കിട്ടാത്ത ഈ ബാക്ക് റൂമിൽ. പിന്നീട് പതിയെ എഴുന്നേറ്റ് നടന്ന് ക്ലാർക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ ക്ലാർക്ക് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, കുറച്ച് തടിച്ച് ഒരു ഷർട്ടല്ല ഇട്ട ഒരാളുണ്ടായിരുന്നു. മാത്രമല്ല അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ, സാധാരണ ഒരു മനുഷ്യന്റെ മുഖമല്ല അത്. പിന്നീട് വീൽ ചെയറിലിരിക്കുന്ന ഒരു ചെറിയ മനുഷ്യൻ, അതുപോലെ തന്നെ ക്ലാർക്ക് നേരത്തെ കണ്ട് പേടിച്ചോടിയ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ മുഖത്തിനെല്ലാം ഒരുപാട് വ്യത്യസ്തമായ രൂപങ്ങളാണ്. പിന്നീട് ക്ലാർക്ക് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഈ സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലം ഇങ്ങോട്ടേക്ക് വരുന്ന മനുഷ്യരെ പൂർണ്ണമായിട്ടും അവരുടെ മനസ്സിനെയും അവരുടെ ഓർമ്മകളെയും കാർന്ന് തിന്ന് ആ മനുഷ്യനെ വെറും ചണ്ടികളാക്കി മാറ്റിക്കളയും. ദാ ഇവിടെ ഈ കാണുന്ന 3 മനുഷ്യരുണ്ടല്ലോ, യാതൊരു വികാരവും ഇല്ലാതെ യാതൊരു ഓർമ്മകളും ഇല്ലാതെ നേരത്തെ ഇവിടെ പെട്ടുപോയ മനുഷ്യരാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന മനുഷ്യരുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഷ്യസ്നസ് അതിലൂടെ ഉണ്ടായതാണ് ശരിക്കും ഈ ഒരു ലോകം. അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ ദാ ഇവരെ പോലെയാകും. അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ക്ലാർക്ക് അവിടെ ഇരിക്കുന്ന ആളുടെ കഴുത്തിലേക്ക് ഒരു കത്തി വെച്ച് കുത്തിക്കയറ്റും. എന്നാൽ യാതൊരു വികാരമില്ലാതെ അയാൾ അങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല ആ കത്തി ഉപയോഗിച്ച് അയാളുടെ വയറ്റിന്റെ ഒരു ഭാഗം മുറിച്ച്, അതൊരു പഞ്ഞിക്കെട്ട് പോലെയായിരുന്നു, അത് മുറിച്ചെടുത്ത് ഡോക്ടർ മേരിയുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് നീ കഴിച്ചു എന്ന് പറയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഫ്രിഡ്ജ് തുറക്കുകയാണ്. ഫ്രിഡ്ജ് തുറന്ന സമയത്ത് ഈ ക്ലാർക്കിന്റെ കൂടെ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്ന അവന്റെ ആ ഒരു അസിസ്റ്റന്റ് പെണ്ണുണ്ടല്ലോ കാതറിൻ, അവളുടെ തലയുണ്ടായിരുന്നു. സോ ഇതെല്ലാം കണ്ട് മേരി ശരിക്കും ഭയന്നു പോകുന്നുണ്ട്. ഇപ്പൊ മേരി ക്ലാർക്കിനോട് പറയാണ്, നീ നേരത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്നതിന് ഞാനിപ്പോ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. പറ്റുവാണെങ്കിൽ എന്റെ കൈകളിലേക്ക് ഇട്ട് അതൊന്നും അഴിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ക്ലാർക്ക് അവൻ എന്താ ചെയ്തെന്നറിയോ, അവിടെ ഇരിക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ചുവന്ന മുടി അത് മുറിച്ചെടുത്ത് നേരെ കൊണ്ടുവന്ന് ഡോക്ടർ മേരിയുടെ തലയിൽ വെക്കുകയാണ്. അതായത് മേരി അവന്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കുകയാണ്. എന്നിട്ട് ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ അവൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതായത് ശരിക്കും എന്താണ് ക്ലാർക്കിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവന്റെ ആ ഒരു സംസാര ശൈലി, സ്വഭാവം, ഇതെല്ലാം നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലാവും. ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ ഭാര്യയെ ഷൗട്ട് ചെയ്യാണ്. എന്നിട്ട് അവളോട് പറയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഈ കുടുംബം നോക്കുന്നത്, നിനക്ക് കൂടെ ജോലിക്ക് പോയിക്കൂടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നു, എന്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യാണ്. എന്നിട്ടും എനിക്ക് എന്താ നീ ഒരു വില തരാത്തത്, എന്നെ നീ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് ഡോക്ടർ മേരി പറയാണ്, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചത്. അത് നിന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടോ നീ മദ്യപിച്ചത് കൊണ്ടോ ഒന്നുമല്ല. ഇതിന്റെ പ്രധാന കാരണം മുഴുവൻ സമയം നീ നിന്റെ ഭാര്യ അനാവശ്യമായിട്ട് കുറ്റം പറയും.
എല്ലാം അവളുടെ തലയിൽ ഇട്ട് കൊടുക്കും. നിനക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിന് കാരണം അവളാണ്. എന്നാൽ അപ്പൊ തന്നെ ക്ലാർക്ക് പറയണേ, ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അവളെ കുറ്റപ്പെടുത്താറൊന്നുമില്ല. എന്നാൽ ഡോക്ടർ മേരി പറയാണ്, തീർച്ചയായിട്ടും നിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, അത് കാരണം തന്നെയാണ് നീ ഒരു തോൽവിയായതും നിന്റെ ഭാര്യ നിന്നെ ഇട്ടിട്ട് പോയതും. അവസാനം ക്ലാർക്കിന് അവന്റെ ആ ഒരു സ്വഭാവം അതെന്താന്ന് മനസ്സിലാവുകയാണ്. ശരിയാണ്, എന്റെ ഭാഗത്താണ് അപ്പൊ തെറ്റ്. എന്റെ ഈ സ്വഭാവം കാരണം തന്നെയാണ് എന്റെ ലൈഫിൽ മോശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അതൊക്കെ പോട്ടെ, എന്റെ ഈ സ്വഭാവം മാറ്റാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ക്ലാർക്ക് ഇപ്പോൾ ഡോക്ടർ മേരിയോട് ചോദിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ക്ലാർക്ക് പറയണം, അല്ല വേണ്ട, എന്റെ സ്വഭാവം മാറ്റണ്ട, ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ ജീവിച്ചോളാം. പുറം ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ സമാധാനം, സന്തോഷം എല്ലാം എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ക്ലാർക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വയം അവന്റെ ആ ഒരു തെറ്റിനെ മനസ്സിലാക്കുകയായിരുന്നു. അവന്റെ സ്വഭാവത്തിന്റെ ആ പ്രശ്നങ്ങൾ അവിടെ വെച്ച് അവൻ മനസ്സിലാക്കി. സോ എന്തായാലും ക്ലാർക്ക് ഇവിടെ നിൽക്കാനാണ് തീരുമാനിച്ചത്. അപ്പൊ ഡോക്ടർ മേരി പറയാണ്, നീ ഇവിടെ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്തോ, എന്റെ കെട്ടുകളൊന്നും അഴിച്ചു തരുമോ, ഞാൻ ഇവിടുന്ന് പോട്ടെ എന്ന് പറയാണ്. ഇപ്പൊ ക്ലാർക്ക് പോയിട്ട് അവളുടെ ആ ഒരു കെട്ടുകൾ അഴിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, എന്തോ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് പേടിച്ചോടുകയാണ്. നല്ല ഉയരമുള്ള, കണ്ടാൽ പേടിയാവുന്ന ഒരു വല്ലാത്ത രൂപമായിരുന്നു അത്. അതിന്റെ മുഖത്തിന് ഏകദേശം ക്ലാർക്കിന്റെ അതേ ഛായ തന്നെ. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ ആ മോൺസ്റ്റർ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ക്ലാർക്കിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം അല്ലെങ്കിൽ അവന്റെ ക്യാരക്ടറാണ് ഇതുപോലെ ഒരു മോൺസ്റ്ററിനെ ഈ ലോകത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താണ് ക്ലാർക്കിന്റെ സ്വഭാവം? അമിതമായ ദേഷ്യം, എടുത്തുചാട്ടം, വാശി, ആരോടും ദയ കാണിക്കാത്ത ഒരു വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ്. സോ അവന്റെ ആ ഒരു ക്യാരക്ടർ ഒരു ബീസ്റ്റ് അല്ലെങ്കിൽ ഒരു മോൺസ്റ്ററായി മാറിയപ്പോൾ ദാ ഇതുപോലെയായി മാറിയിരിക്കുകയാണ്. കടയുടെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവനൊരു വേഷം ധരിച്ചായിരുന്നല്ലോ, ഏകദേശം അതേ വേഷം തന്നെയാണ് ഈ മോൺസ്റ്ററിനും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മോൺസ്റ്ററെ നമുക്ക് പൈരറ്റ് ക്ലാർക്ക് എന്ന് വിളിക്കാം. എന്തായാലും അതിനെ കണ്ട നമ്മുടെ ഡോക്ടർ മേരി ആകെ പേടിച്ചു പോവാണ്. എന്നാൽ ക്ലാർക്ക് പറയാണ്, പേടിക്കൊന്നും വേണ്ട, അതിനോട് ഞാൻ സംസാരിച്ചോളാം. ഇപ്പൊ ക്ലാർക്ക് നേരെ ഈ പൈരറ്റ് ക്ലാർക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നമ്മുടെ സ്വഭാവം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. എന്നാൽ പെട്ടെന്ന് ക്ലാർക്കിനെ ഈ പൈരറ്റ് ക്ലാർക്ക് ആക്രമിച്ച് അവന്റെ ഷോൾഡറിൽ ശക്തമായിട്ട് കടിക്കുകയാണ്. മാത്രമല്ല ക്രൂരമായിട്ട് തന്നെ അവനെ അവിടെ വെച്ച് കൊല്ലുന്നുണ്ട്. അതായത് ക്യാരക്ടർ മാറിയ ഈ ക്ലാർക്കിനെ, അവന്റെ ഉള്ളിൽ ആ ഒരു ദുഷിച്ച ക്യാരക്ടർ വെച്ച് ഈ ലോകത്തിൽ ഉണ്ടായ ഈ ഒരു മോൺസ്റ്റർ പൈരറ്റ് ക്ലാർക്കിന് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലാർക്കിനെ ക്രൂരമായിട്ട് ആ ഒരു മോൺസ്റ്റർ കൊല്ലുകയാണ്. എന്തായാലും ഇതേ നേരത്ത് തന്നെ ഡോക്ടർ മേരിയുടെ കൈകളിലെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇപ്പൊ പുറത്തേക്ക് കിടക്കാനുള്ള ഒരു വാതിൽ കാണുന്നുണ്ട്. ആ വാതിൽ തുറന്നപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു ലോകത്തിലേക്കാണ് അവൾ എത്തിയത്. ഒരുപാട് വീടുകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. അതായത് ബാക്ക് റൂമിൽ എപ്പോഴോ പെട്ടുപോയ ഒരാളുടെ ഓർമ്മയിൽ നിന്നുണ്ടായ ഒരു സ്ഥലമാണത്. എന്നാൽ അധിക നേരമൊന്നും അവിടെ നിൽക്കാൻ നേരമില്ല. കാരണം പൈരറ്റ് ക്ലാർക്ക്, ആ മോൺസ്റ്റർ അവളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടൊന്നില്ലാതെ അവൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളും അവൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അറ്റമില്ലാത്ത ഇൻഫിനിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ അവൾ പോകുന്ന വഴിയിൽ കുറേയധികം സോഫകളൊക്കെ അവിടെ അടുക്കിയിട്ടിട്ടുണ്ട്. ഇതിലൂടെ ഓടുന്ന സമയത്ത് അവൾ അവിടെ വീഴുന്നുണ്ട്. എന്നാലും എഴുന്നേറ്റ് ഓടുകയാണ്, കാരണം ആ മോൺസ്റ്റർ പിന്നാലെ തന്നെയുണ്ട്. പിന്നീട് അവളൊരു വഴി കാണുകയാണ്. അത് വളരെ ഇടുങ്ങിയ വഴിയായിരുന്നു. അതിലൂടെ വേഗം തന്നെ ഡോക്ടർ മേരി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ആ മോൺസ്റ്ററും അവളുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. എന്നാൽ ആ മോൺസ്റ്ററിന് അതുവഴി പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ല. പക്ഷേ ഡോക്ടർ മേരിക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റി. ആ വഴിയിലൂടെ അവൾ പുറത്തേക്ക് എത്തിയ സമയത്ത് ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. അഗാധമായ വലിയൊരു ഗർത്തം ഇൻഫിനിറ്റ് ആയി കിടക്കുകയാണ്. ഇതിന്റെ 4 ഭാഗങ്ങളിലായിട്ട് പല നിലകളിലായിട്ട് പല അറകൾ അങ്ങനെ രൂപപ്പെട്ട് കിടക്കുകയാണ്. അതായത് ഇവിടെ വന്ന് പെട്ടുപോയ ഒരുപാടധികം മനുഷ്യരുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങളാണ് ഇവിടെ രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. എന്തായാലും വലിയ ആ ഒരു കുഴിയുണ്ടല്ലോ, അതിന്റെ സൈഡിലൂടെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. അതുവഴി അവൾ മുകളിലേക്ക് കയറി ചെറിയൊരു ഡോറ് കണ്ടു. അതിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് അവൾ വീണ്ടും മറ്റൊരു ഹാളിലേക്ക് എത്തുകയാണ്. അതായത് നമ്മുടെ ക്ലാർക്കിന്റെ ആ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടല്ലോ, ഏകദേശം അതിനോട് സമാനമായ ഒരു സ്ഥലമായിരുന്നു അത്. എന്നാൽ ഡോക്ടർ മേരിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ശരിക്കും ക്ലാർക്കിന്റെ ആ ഒരു ഫർണിച്ചർ ഷോപ്പ് അല്ല. കാരണം ഇവിടെ അവൾ കാണുന്ന ആ ഒരു ഫർണിച്ചറുകൾ അതായിരുന്നില്ല യഥാർത്ഥത്തിൽ ക്ലാർക്കിന്റെ ഷോപ്പിൽ ഉണ്ടായിരുന്നത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് പ്രധാന വാതിലിന്റെ ഭാഗത്തേക്ക് അവൾ പോവാണ്. ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാരണവശാലും അത് തുറക്കാൻ കഴിയുന്നില്ല. അതോടുകൂടിയിട്ട് അവൾക്കൊരു കാര്യം മനസ്സിലായി, ബാക്ക് റൂം, ഈ ലോകത്തിൽ അവൾ ട്രാപ്പ് ആയി കഴിഞ്ഞു, പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അതേ സമയത്ത് തന്നെ ആ ഒരു പൈരറ്റ് ക്ലാർക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത്തവണ അവള് പേടിച്ചില്ല കേട്ടോ. അത് വന്നാൽ അതിനെ നേരിടാൻ തന്നെ തയ്യാറായി. അവിടെ ഉണ്ടായിരുന്ന ഒരു വുഡൻ സ്റ്റാൻഡ് എടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. ആ ഭീകരജന്തു, അതായത് പൈരറ്റ് ക്ലാർക്ക്, അത് അടുത്തേക്ക് വന്നപ്പോൾ ഒരു തരി പോലും പേടിക്കാതെ അത് വെച്ച് ഈ ഒരു മോൺസ്റ്ററിന്റെ മരക്കാല് അവള് തല്ലി ഒടിക്കുകയാണ്. അത് അവിടെ താഴേക്ക് വീണു. എന്നിട്ടും ഇഴഞ്ഞിഴഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ അത് പൊട്ടിപ്പോയി. അതിൽ ആ ഒരു ഗ്യാസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അതേ നേരം തന്നെ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ ഇഴഞ്ഞു വന്ന് അവള് പിടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ മേരിക്ക് അവളുടെ കീശയിൽ വെച്ച് ആ കോൺക്രീറ്റിന് പീസ് കിട്ടുകയാണ്. അതായത് ചെറിയ പ്രായത്തിൽ അവളും അവളുടെ അമ്മയും കൂടെ കോൺക്രീറ്റിൽ കൈ പതിപ്പിച്ചായിരുന്നല്ലോ, അതിന്റെ ആ ഒരു കഷ്ണം അവളുടെ കീശയിലുണ്ടായിരുന്നു. അതെടുത്ത് ഈ മോൺസ്റ്ററുടെ തലക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. കുറച്ചു നേരത്തേക്കെങ്കിലും അത് നിലത്ത് വീണുപോയി. എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ ഡോക്ടർ മേരി മറ്റൊരു വഴി കാണുകയാണ്, ചെറിയ വീതി കുറഞ്ഞൊരു വഴി. രണ്ടും കൽപ്പിച്ച് അവൾ അതിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് പോവാണ്. അതായത് ഇതിലൂടെ പോയാൽ പുറത്തേക്ക് എത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. എന്തായാലും അവൾ അതിലൂടെ പുറത്തേക്ക് കിടക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു
മോൺസ്റ്ററിന് അതിലൂടെ കടക്കാനേ കഴിയുന്നില്ല. എന്തായാലും ആ ഒരു വഴി വിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് ഒരു പ്രത്യേകതരം ലാബ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് വന്ന് അവളുടെ ദേഹത്ത് കുറച്ചധികം കെമിക്കല് അടിക്കുകയാണ്. അതോടുകൂടിയിട്ട് അവളുടെ ബോധം നഷ്ടമായി. ഓൾറെഡി അവൾ വല്ലാത്ത ടയേർഡായി കിടക്കുകയായിരുന്നു. എന്തായാലും ആ വന്ന രണ്ടുപേരും ബോധം നഷ്ടപ്പെട്ട നമ്മുടെ ഡോക്ടർ മേരിയുമായിട്ട് മറ്റേങ്ങോട്ട് പോവുകയാണ്. മാത്രമല്ല അവളുടെ ശരീരം മുഴുവനായിട്ടും സ്കാൻ ചെയ്യുന്നുണ്ട്, ചില ടെസ്റ്റുകളൊക്കെ നടത്തുകയാണ്. അതിന്റെ റിപ്പോർട്ട് എല്ലാം ഇവർ കയ്യിൽ വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ഡോക്ടർ മേരിക്ക് അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടി. മാത്രമല്ല അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇതൊരു അത്ഭുതമാണ്, ഈ ലോകത്തിൽപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്നും പുറത്തേക്ക് കടന്നത്. എന്തായാലും മേരിയെ കൂട്ടി അവർ അതിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലാബിൽ മേരി ഒരു കാര്യം കാണുന്നുണ്ട്. അവളെ ആക്രമിക്കാൻ വന്ന പൈരറ്റ് ക്ലാർക്ക് ഉണ്ടല്ലോ, ആ മോൺസ്റ്റർ ചത്തുപോയോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒരു സ്ട്രെച്ചറിൽ അതിനങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം അവളെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകണം. ഇതിനുശേഷമാണ് അവളെ കാണാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊരു സമയത്ത് കണ്ട ആ ഒരു ഫിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ അയാൾ വരുന്നത്. ഈ ബാക്ക് റൂമിന്റെ പല ഭാഗത്തും CCTV ക്യാമറകൾ വെച്ച് അവിടെ എന്താണ് നടക്കുന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഈ ഫില്ല്. ആ ഫില്ല് വന്നിട്ട് ഇപ്പൊ ഡോക്ടർ മേരിയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഇപ്പോ മേരി പറയാണ്, അത് പിന്നെ ഒരു ഫർണിച്ചർ ഷോപ്പിന്റെ ബേസ്മെന്റിലേക്ക് ഞാൻ വന്നായിരുന്നു, അതിലൂടെയാണ് ഈ ബാക്ക് റൂമിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഒരു ഫോട്ടോ കാണിച്ച് ഈ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഫില്ല് ചോദിക്കാണ്, ഇതാണോ ആ ഒരു ഫർണിച്ചർ ഷോപ്പ്? അതേ എന്ന് ഡോക്ടർ മേരി പറയാണ്. അപ്പോ ഈ ഫർണിച്ചർ ഷോപ്പിലേക്ക് നിങ്ങൾ എന്തിനാണ് വന്നത്? ഒരാളെ തേടിയാണ് മേരി പറയാണ്. ആ ആള് അത് ക്ലാർക്ക് ആണോ എന്ന് ഈ ഫില്ല് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അയാളുടെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ മേരി പറയാണ്, അതെ, ഇയാളെ തേടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ കാര്യങ്ങളെല്ലാം ഒരു വിധത്തിൽ ഇപ്പൊ ഫില്ലിന് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഫർണിച്ചർ ഷോപ്പിന്റെ ബേസ്മെന്റിൽ കണ്ട ആ ഒരു വാതിലുണ്ടല്ലോ, അതുപോലെ വേറെയും കുറെ അധികം വാതിലുകൾ ഈ ഒരു ബാക്ക് റൂമിലേക്ക് വരാനായിട്ട് ഉണ്ടാവുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ഈ ഫില്ലിനും ചിലപ്പോൾ അറിയാമായിരിക്കും. എന്തായാലും ഫിൽ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ഡോക്ടർ മേരിയോട് പറയാണ്. വർഷങ്ങൾക്ക് മുന്നേ ഒരു മെഷീൻ ഉണ്ടാക്കാനുള്ള ഒരു പരീക്ഷണം ഞങ്ങളുടെ ടീം ചെയ്യായിരുന്നു, അതായത് ഞങ്ങളുടെ ഒരു വലിയ ഓർഗനൈസേഷൻ. ആ സമയത്താണ് അബദ്ധവശാൽ ഇങ്ങനെ ഒരു പ്രസൻസ്, ഇങ്ങനെ ഒരു ലോകത്തിന്റെ പ്രസൻസ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിനുശേഷം ഇതെന്താണെന്ന് ഞങ്ങൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇന്നേ വരെ വ്യക്തമായിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ വിശദമായിട്ട് സംസാരിക്കുന്നതിന് കാരണം അതിന്റെ ഉള്ളിലേക്ക് പോയതിനു ശേഷം ഡോക്ടർ മേരി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എന്തായാലും എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള വാതിലുകൾ ഉറപ്പായിട്ടും രൂപപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഈ ഒരു ബാക്ക് റൂം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിന്റെ പിന്നിലെ ആ ഒരു സയൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിയില്ല. വർഷങ്ങളായിട്ട് ഈ ഫിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും ഇയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഫിൽ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ മേരിയോട് അവൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ പറയോ എന്ന് പറയുന്നത്. എന്തായാലും മേരി അയാളോട് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതേ ശബ്ദമാണ് ബാക്ക് റൂമിൽ അവൾ പെട്ടുപോയപ്പോൾ കേട്ടത്. മാത്രമല്ല ഇപ്പൊ ബാക്ക് റൂമിന്റെ ചില ഭാഗങ്ങൾ കാണിക്കുകയാണ്. അതായത് നമ്മുടെ ഡോക്ടർ മേരിയുടെ ഓർമ്മകളിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളുണ്ടല്ലോ, അവളുടെ പഴയ വീട്, അവളുടെ ഓഫീസ്, അവളുടെ പുതിയ വീട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ബാക്ക് റൂമിൽ അവളുടെ മെമ്മറികളായിട്ട് അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. അതിനേക്കാൾ വിചിത്രമായിട്ട് തോന്നുന്നത് ബാക്ക് റൂമിന്റെ ഏതോ ഒരു മുറിയിൽ ഏകദേശം നമ്മുടെ ഡോക്ടർ മേരിയെ പോലെ തോന്നിക്കുന്ന ഒരു രൂപം ഇരിക്കുന്നുണ്ട്. അതിന്റെ മുഖമെല്ലാം വിചിത്രമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനൊരു രൂപം ഇവിടെ ഉണ്ടായത്? ശരിക്കും ക്ലാർക്ക് അവന്റെ ആ ഒരു സ്വഭാവം ക്യാരക്ടർ അതിനെ ബേസ് ചെയ്താണല്ലോ പൈരറ്റ് ക്ലാർക്ക് എന്നൊരു മോൺസ്റ്റർ ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ മേരി അവളുടെ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ഒരു രൂപം അവിടെ ഉണ്ടായി. അങ്ങനെ മേരിയുടെ അവിടെ ഉണ്ടായിരുന്ന ആ രൂപത്തെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. പലർക്കും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് ഈ സ്റ്റോറിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന്, എന്താണ് ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവർ നമ്മളോട് പറഞ്ഞു തരുന്നില്ല. നമ്മൾക്ക് തന്നെ വിട്ടു തന്നിരിക്കുകയാണ്, നിങ്ങൾ തന്നെ നിങ്ങളുടേതായ ആശയങ്ങൾ കണ്ടുപിടിച്ചോ എന്ന്. എന്നാലും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈ ബാക്ക് റൂം? ഇതെന്തായാലും നമ്മുടെ ലോകവുമായിട്ട് സാമ്യമുള്ള ഒരു ലോകമല്ല, ഇതൊരു മറ്റൊരു ഡയമെൻഷനാണ്. എല്ലാ ഡയമെൻഷനും മനസ്സിലാക്കാൻ നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന് കഴിയൊന്നുമില്ല, അതിനുള്ള കഴിവൊന്നും നമുക്കില്ല. സോ എങ്ങനെയോ രൂപപ്പെട്ട മറ്റൊരു ഡയമെൻഷൻ, അതിലേക്ക് എങ്ങനെയോ എത്തിപ്പെടുന്ന കുറേയധികം മനുഷ്യർ. മാത്രമല്ല ബാക്ക് റൂം എന്ന ഈ ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന മനുഷ്യരുടെ ഓർമ്മകളെ മുഴുവനായിട്ടും കാർന്നു തിന്നാൻ ഈ ഒരു സ്ഥലത്തിന് കഴിയും. ശരിക്കും ഈ സ്ഥലങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരുടെ ഓർമ്മകൾ, ആ ഓർമ്മകളിലൂടെയാണ്. അതിലൂടെയാണ് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതും ഇത് പിന്നെയും പിന്നെയും ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങനെ പോകുന്നതും. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, അതായത് ഇതൊരു മൈൻഡ് ക്രിയേറ്റഡ് ഫിസിക്കൽ റിയാലിറ്റി എന്ന് വേണമെങ്കിലും പറയാം. അതായത് നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ അത് ശരിക്കും ഫിസിക്കലായിട്ട് നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് തനിയെ രൂപപ്പെട്ടു പോവുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണോ? എന്നാൽ ഞാൻ ഒന്നുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ക്ലാർക്ക് ആദ്യമായിട്ട് ഈ ഒരു ബാക്ക് റൂമിലേക്ക് എത്തിയ സമയത്ത് അവൻ കണ്ട കാര്യം എന്താണ്? അവന്റെ ഡെയിലി ലൈഫിൽ അവൻ കാണുന്ന കാര്യങ്ങൾ, ഒരുപാട് കൂട്ടിയിട്ട ഫർണിച്ചറുകൾ. എന്നാൽ അതിനുശേഷം ഡോക്ടർ മേരി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ റൂമിൽ ഫർണിച്ചറുകൾ ഉണ്ടായിരുന്നില്ല. കാരണം അത് അവളുടെ ഓർമ്മയിൽപ്പെട്ട കാര്യങ്ങളല്ല. എന്നാൽ അവസാനത്തിൽ ഡോക്ടർ മേരിയുടെ ഓർമ്മകളിൽ ഉണ്ടായിരുന്ന അവളുടെ ആ ഒരു പഴയ വീട്, അവളുടെ വർക്കിംഗ് സ്പേസ്,
അവളുടെ പുതിയ വീട്, ഇതെല്ലാം അവിടെ രൂപപ്പെട്ടു വന്നില്ലേ? സോ എന്താണ് നമ്മുടെ മൈൻഡിലുള്ളത്, എന്താണ് നമ്മുടെ ഓർമ്മകളിലുള്ളത്, അത് അവിടെ രൂപപ്പെടും. അതും പൂർണ്ണമായ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ തൊടാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. ഇനി ഈ ബാക്ക് റൂമിൽ കാണുന്ന ആ ജീവികൾ അത് വെറും മൃഗങ്ങളോ പ്രേതങ്ങളോ അല്ല കേട്ടോ. പകരം അതിനുള്ളിൽ അകപ്പെടുന്ന ആ മനുഷ്യരുണ്ടല്ലോ, അവരുടെ ഉള്ളിലെ ഭയം, കുറ്റബോധം, ക്രൂരത എന്നിവയിൽ നിന്നാണ് ഈ ജീവികൾ രൂപപ്പെടുന്നത്. അതായത് ക്ലാർക്കിന്റെ ഉള്ളിൽ നിന്നും രൂപപ്പെട്ടത് ഭയങ്കര എന്താ പറയാ അഗ്രസീവ് ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ ആയിരുന്നു. എന്നാൽ നമ്മുടെ ഡോക്ടർ മേരിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന ആ സംഭവം എന്താണ്? അതിന് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല. അതങ്ങനെ ആ ഒരു കസാരയിൽ ഇരിക്കുകയാണ്. അപ്പൊ മനുഷ്യരുടെ ക്യാരക്ടർ എന്താണോ അത് വെച്ചാണ് അവരുടെ ഒരു കോപ്പി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ ഒരു രൂപം അവിടെ രൂപപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ റൂമിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ആ ശാസ്ത്രജ്ഞന്മാര് ഇത്രയും കാലമായിട്ടും ഇതിന്റെ ആ ഒരു പ്രവർത്തനം, ഈ ബാക്ക് റൂം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതായത് അവരെല്ലാം മനസ്സിലാക്കുന്നത് ഇത് വെറും ഒരു സ്ഥലം, ഒരു ബിൽഡിംഗ് എന്ന രീതിയിലാണ്. ഇതെങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, ഇതെങ്ങനെ രൂപപ്പെടുന്നു, അത് മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്നാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. എന്തായാലും അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. സത്യം പറഞ്ഞാൽ ഡയറക്ടർ എന്താണ് ഇതിന്റെ അവസാനം സംഭവിക്കുന്നത് എന്ന് ഒരു രീതിയിലും നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഓരോ ആളുകൾക്കും അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. എന്തായാലും ബാക്ക് റൂം എന്ന ഈ ഒരു സ്ഥലം ഇതെന്തായാലും മനുഷ്യർക്ക് പരിചയമില്ലാത്ത പ്രകൃതിയിലെ മറ്റൊരു ഡയമെൻഷനാണ്. ഈ ഒരു ഡയമെൻഷന് പല വിടവുകളുണ്ട്. അതിലൂടെ മനുഷ്യർ എങ്ങനെയൊക്കെയോ ഇതിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാരുടെ മനസ്സിന് ഈ ലോകം സ്കാൻ ചെയ്യുന്നു. ആ മനുഷ്യന്റെ ചിന്തകളെയും ഓർമ്മലയും പൂർണ്ണമായിട്ടും സ്കാൻ ചെയ്ത് അത് ഫിസിക്കലി അവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം, ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ അവസാനം, എന്താണ് ഇതിന്റെ തുടക്കം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു ഉത്തരവുമില്ല. ഇതാണ് ഈ ബാക്ക് റൂമിനെ ഏറ്റവും കൂടുതൽ മിസ്റ്റീരിയസ് ആക്കി മാറ്റുന്നത്. ഓക്കെ, എന്തായാലും കാര്യങ്ങൾ ഒരു വിധത്തിലാക്കി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ബാക്ക് റൂമിലേക്ക് എങ്ങാനും നിങ്ങൾ പെട്ടുകഴിഞ്ഞാൽ അവിടെ രൂപപ്പെടുന്ന നിങ്ങളുടെ ക്യാരക്ടർ അതെങ്ങനെയായിരിക്കും? നമ്മുടെ മേരിയുടെ പോലെ ഒരു വികാരമില്ലാത്ത അങ്ങനെ ഒരു രൂപമായിരിക്കുമോ, അല്ലെങ്കിൽ ക്ലാർക്കിന്റെ സ്വഭാവത്തിൽ നിന്നും രൂപപ്പെട്ട ആ ഒരു മോൺസ്റ്ററെ പോലെ ആയിരിക്കുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കുമോ? ചുമ്മാ കമന്റ് ബോക്സിലൂടെ ഒന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആശയങ്ങൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആശയങ്ങളും കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടും പറയുക. കാരണം ഇതുപോലൊരു കഥ അവസാനം വരെ കേട്ടിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കഥകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അത്. അവർ നിങ്ങളുടെ കമന്റുകൾ വായിക്കട്ടെ, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കട്ടെ. അപ്പൊ എന്തായാലും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.